തിരുവനന്തപുരത്ത് കവടിയാറിനടുത്തായിട്ട് ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിൽ അടിപൊളി ഒരു 4BHK വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുഴുവനായും ചുടുകല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന 2800 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു സെർവന്റ് ബാത്റൂമും ഇൻക്ലൂഡ് ചെയ്ത ഒരു അടിപൊളി വീടാണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമേ തന്നെ കയറി വരുമ്പോൾ വിശാലമായ ഒരു മുറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഈ മുറ്റം മുഴുവനായും ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായി തന്നെ ഒരു വലിയൊരു സിറ്റ് ഔട്ട് ഏരിയയും സൈഡിലായിട്ട് ഒരു കാർ പോർച്ച് ഏരിയയും കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് മുഴുവനായും 2 ഇന്നോവ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയും. ഇനി ചെറിയ കാറുകളാണെങ്കിൽ 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റും. മുറ്റത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല നല്ല ഗാർഡനിങ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് വന്നാൽ നല്ലൊരു മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുന്നിലെ കാണുന്ന സിറ്റ് ഔട്ട് ഏരിയയും ബാൽക്കണി സ്പേസും വീടിന് അടിപൊളി ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് കയറി വന്നാൽ കാണാൻ കഴിയുന്ന പോലെ വലിയൊരു എൽ ഷേപ്ഡ് സിറ്റ് ഔട്ട് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കിൽ ഒരുപാട് സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ തന്നെയാണിത്. ഇവിടെ നിന്നും അകത്തേക്ക് വന്നാൽ ഫ്രണ്ട് ഡോർ തന്നെ 2 പാളികളുള്ള നല്ല ഹെവി ഡ്യൂട്ടി ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിനുള്ളിലെ എല്ലാതര ഫർണിഷിംഗ് വർക്ക്സും തേക്ക് തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇവിടെ ഒരു എൽ ഷേപ്ഡ് ലിവിംഗ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ഏരിയകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 16x13 ഫീറ്റ് വരുന്ന വലിയൊരു ലിവിംഗ് സ്പേസ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ധാരാളം സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഒരു സൈഡിൽ നല്ലൊരു വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു LED TV പോലും വളരെ ഈസിയായി തന്നെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയും സൈഡിലുമായി ധാരാളം എക്യുപ്മെന്റ്സ് വയ്ക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തുകൊണ്ട് നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം മുകളിൽ കാണുന്ന പോലെ ഹാവൽസിന്റെ DC ഫാൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോവാം. വലിയ ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ തന്നെ വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും നല്ല പ്രീമിയം ലുക്കിലുള്ള ഫോൾ സീലിംഗ് വർക്ക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്ന പോലെ ചെറിയൊരു വുഡൻ ടൈപ്പ് ഫിനിഷിംഗും ഫോൾ സീലിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് വാഷിംഗ് ഏരിയ കാണാൻ പറ്റും. ഈ വീടിനുള്ളിലെ എല്ലാത്തര പൈപ്പ് ഫിറ്റിംഗും സാനിറ്ററി ഫിക്ചേഴ്സും ഒക്കെ ജാഗ്വാറിന്റെയും പ്രയാഗിന്റെയും മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. കാണുന്നത് പോലെ വീടിനുള്ളിലെ എല്ലാ ബെഡ്റൂംസും വളരെയധികം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസിനും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോൾ സീലിംഗ് വർക്ക്സും അവൈലബിൾ ആണ്. കാണുന്നത് പോലെ നല്ല വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന ഒരു മേക്കപ്പ് ഡെസ്കും അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്ക്സ് ആയാലും മറ്റ് സ്പേസസിനെ പോലെ തന്നെ നല്ല പ്രീമിയം ലുക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടേക്ക് വന്നാൽ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ കഴിയും. കാണുന്നത് പോലെ ബാത്റൂംസും നല്ല പ്രീമിയം ലുക്കിൽ മോഡേൺ അമ്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂംസിലും സിസ്റ്റംസ് അവൈലബിൾ ആയിട്ടുള്ള കൺസീൽഡ് WC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂംസിലും എല്ലാത്തര പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്ചേഴ്സിനും ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയായി കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെ സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഒരുക്കിയിട്ടുള്ളത്. വീടിനുള്ളിലെ 4 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരു സെർവന്റ് ബാത്റൂം കൂടെ ഈ വീട്ടിൽ ഉണ്ട്. 6 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും ഈ ഒരു ലൊക്കേഷനിലേക്ക് 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 500 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. വീട് വരെയും ടാർ റോഡ് അവൈലബിൾ ആണ്. ഇനി ഇവിടേക്ക് വന്നാൽ വീടിന്റെ ആ ഒരു മോഡൽ ഓപ്പൺ കിച്ചൺ ആണ് കാണാൻ കഴിയുന്നത്. കാണുന്നത് പോലെ നല്ലൊരു പ്രീമിയം ലുക്കിൽ ലക്ഷറി ഫീലോട് കൂടി തന്നെയാണ് ഈ ഒരു കിച്ചൺ മുഴുവനായി ഒരുക്കി വെച്ചിരിക്കുന്നത്. കിച്ചന്റെ കബോർഡ്സ് മുഴുവനായി മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. താഴെയും മുകളിലുമായി ഒരുപാട് അധികം സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്നത് പോലെ സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നാൽ ഒരു സിങ്ക് അവൈലബിൾ ആണ്. ഇത് പ്രയാഗിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായി ഒരു നല്ല ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിലെ എല്ലാ എക്യുപ്മെന്റ്സും സ്ലീക്കിന്റെ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. ഇവിടെയും ഒരു കൗണ്ടർ സ്ലാബും ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് വീടിന്റെ ബാക്ക് യാർഡ് ഏരിയ ആണ്. ഇവിടെ തന്നെ വാഷിംഗ് ഏരിയയും നനകല്ലും സെർവന്റ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ സെർവന്റ് ബാത്റൂമും തികച്ചും മോഡേൺ ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് യാർഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ചെറിയൊരു പ്ലാന്റേഷൻ സെറ്റപ്പോ 2 വാഴയൊക്കെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അതിനു മുൻപായി ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻവെർട്ടർ ഫെസിലിറ്റീസോ ചെറിയ സ്റ്റോറേജ് ഓപ്ഷൻസോ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല മനോഹരമായ ഒരു സ്റ്റെയർകേസ് ഏരിയ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് സ്പേസിലേക്ക് കയറി വന്നാൽ
വളരെ വിശാലമായ ലിവിംഗ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25x18 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് മൊത്തമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ 2 ബെഡ്റൂംസ്, 2 അറ്റാച്ച്ഡ് ബാത്റൂംസും, ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും, ഒരു ബാൽക്കണിയും അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും വളരെ മനോഹരമായ ഫോൾ സീലിംഗ് വർക്ക്സും ഇന്റീരിയർ വർക്ക്സും തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായി വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാതരം പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ആകെ മൊത്തം 2 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. കാണുന്ന പോലെ ഇതുവരെ കണ്ടതിലും വീടിനുള്ളിലെ ഏറ്റവും വലിയ ബെഡ്റൂം ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഒരു സൈഡിലെ വലിയൊരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയിൽ 16 mm സ്ക്വയർ റോഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസിൽ കണ്ടതുപോലെ തന്നെ എല്ലാതരം ഫീച്ചേഴ്സും ഈ ബെഡ്റൂമിലും അവൈലബിൾ ആണ്. ഏകദേശം 18x18 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായി കാണുന്നത്. വീടിനുള്ളിലെ ഏറ്റവും വലിയ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്നത് പോലെ ഇവിടെ ഒരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമും വീടിനുള്ളിലെ 4ാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആദ്യത്തെ ബെഡ്റൂമിന് വളരെ സിമിലർ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു VIP പീസ്ഫുൾ റെസിഡൻഷ്യൽ ഏരിയക്കുള്ളിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 500 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. അവിടെ തന്നെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാതരം അത്യാവശ്യ സേവനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. MCA റോഡിലേക്കും ടെക്നോ പാർക്കിലേക്കും ഇവിടെ നിന്നും ഈസിലി ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. ഇത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഗ്രൗണ്ട് ഫ്ലോർ കണ്ടതിന് സിമിലർ ആയ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുൻപായി ഇവിടെ നമുക്കൊരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒരു ജിം സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണിത്. ഇവിടെ തന്നെ മറ്റ് യൂട്ടിലിറ്റീസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ട പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഇതുവഴി ടെറസ് ഫ്ലോറിലേക്ക് പോകാം. ടെറസ് ഫ്ലോറിൽ 2 വാട്ടർ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് റൈസ് ചെയ്യാൻ ചെറിയൊരു കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം സെറ്റ് ചെയ്യാൻ, ചെറിയൊരു മിനി ബാറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ എനിക്കൊന്നും പറയാനില്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് വൈകിട്ടൊക്കെ നല്ല കാറ്റുമുണ്ട്. ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. കണ്ടില്ലേ എത്ര വലിയൊരു ഫ്ലോർ സ്പേസ് തന്നെ നമുക്ക് ടെറസ് ഫ്ലോർ കിട്ടുന്നുണ്ട്. ചെറിയൊരു പാർട്ടി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ് തന്നെയാണിത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു സ്പേഷ്യസ് ബാൽക്കണി കാണാം. ഫസ്റ്റ് ഫ്ലോറിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ തന്നെയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു സ്പേസ് ആണിത്. കാണുന്ന പോലെ വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ബാൽക്കണിയിൽ കിട്ടുന്നുണ്ട്. വൈകിട്ടൊക്കെ ഒരു ടീ ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്ത് ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. 6 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കിഴക്ക് ദർശനത്തിൽ ചുടുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു 4 BHK വീടിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു സെർവന്റ് ബാത്റൂമും ഇൻക്ലൂഡഡ് ആണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 1,75,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യുവാനും കൂടുതൽ ഡീറ്റെയിൽസുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.